കരുവന്നൂർ ബാങ്കിൽ നിന്നും ബിനാമികളെ ഉപയോഗിച്ച് 300 കോടി രൂപയോളം കവർന്ന കേസിൽ ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ മുഖ്യ സൂത്രധാരനായി രേഖപ്പെടുത്തിയ വ്യക്തിയാണ് കുന്നംകുളം MLA AC മൊയ്തീൻ എന്ന് BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് പറഞ്ഞു. NDA കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി നടത്തിയ ജനകീയ വിചാരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BDJS നിയോജകമണ്ഡലം പ്രസിഡന്റ് സുനിൽ കുമാർ, സോഷ്യലിസ്റ്റ് ജനതാദൾ ജില്ലാ പ്രസിഡന്റ് MD രാജീവ്, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ, BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KS രാജേഷ്, KR അനീഷ് മാസ്റ്റർ, BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു വേലൂർ എന്നിവർ സംസാരിച്ചു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ, അഭിലാഷ് കടങ്ങോട്, സുജിത് എന്നിവർ നേതൃത്വം നൽകി. 9 മണിക്കൂർ ED ചോദ്യം ചെയ്തിട്ടുള്ള MLA എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വലിയ വിശേഷണം. 28 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് ED അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു MLA എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വിശേഷണം. അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് 300 കോടി രൂപയുടെ കരുവന്നൂർ അഴിമതിയുടെ മുഖ്യ ആസൂത്രകനായി കുറ്റപത്രത്തിൽ പേര് പരാമർശിക്കപ്പെട്ട ആൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുഖ്യ വിശേഷം. ഒരുപക്ഷെ അങ്ങനെ ഒരാളാണ് കഴിഞ്ഞ 10 വർഷമായി തങ്ങളുടെ MLA എന്നതിൽ കുന്നംകുളത്തെ അപാലവൃദ്ധം ജനങ്ങളും ഈ ഘട്ടത്തിൽ വലിയ അപമാനം നേരിടുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കരുവന്നൂർ വിഷയത്തെ പറ്റി വിശേഷമായിട്ട് തൃശ്ശൂർ ജില്ലക്കാരോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ എൻ്റെ അനുഭവത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള തരികിടകളിൽ ഒന്നാണത്. ജനങ്ങളെ വഞ്ചിക്കുന്ന, ജനങ്ങളുടെ പൈസ അപഹരിക്കുന്ന, ആളുകളെ പറ്റിക്കുന്ന സാമ്പത്തിക തിരിമറികൾ ധാരാളം കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ സാധാരണ പറ്റിക്കപ്പെടുന്ന ആളുകൾ അന്യരായിട്ടുള്ള ആളുകളാണ്. കരുവന്നൂർ അഴിമതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്വന്തക്കാരാൽ വഞ്ചിക്കപ്പെട്ടിട്ടുള്ള അഴിമതിയാണ്.